ഹായ് ഓൾ, ലോമിനൻറ്റ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് AMUയുടെ ഒരു പ്രീവിയസ് ഇയർ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. AMU എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ നോളജിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു പ്രീവിയസ് ഇയർ പേപ്പറിൻ്റെ ഡിസ്കഷനാണ്. നമുക്ക് അധികം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 1 പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ പ്ലാന്റേഷൻ ക്രോപ്പ്? പ്ലാന്റേഷൻ ക്രോപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോഫി, ഓപ്ഷൻ ബി വീറ്റ്, ഓപ്ഷൻ സി റബ്ബർ ആൻഡ് ഓപ്ഷൻ ഡി ഷുഗർ കെയിൻ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി വീറ്റ് ആണ്. പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ക്രോപ്പ് അങ്ങനെയൊക്കെ ഒരു മീനിങ് വരുന്നതാണ്. ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്നത് അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ആൻസർ വരുന്നത് വീറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കുന്ന സമയത്ത് ഇന്ത്യ ഹാസ് എ ലാൻഡ് ബൗണ്ടറി ഓഫ് അബൌട്ട് 6,100 കിലോമീറ്റേഴ്സ്, 7,500 കിലോമീറ്റേഴ്സ്, 12,700 കിലോമീറ്റേഴ്സ് ആൻഡ് 15,200 കിലോമീറ്റേഴ്സ്. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 15,200 കിലോമീറ്റേഴ്സ് ആണ്. അതിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യ എത്ര കൺട്രീസുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിലേറ്റവും വലുത് ഏതാണ്? ഓരോ ബൗണ്ടറീസിൻ്റെ പേര്, മക്മോഹൻ ലൈൻ, റാഡ്ക്ലിഫ് ലൈൻ, സ്പാർക്ക് സ്ട്രെയിറ്റ്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സമയത്ത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്ന കൺട്രി എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. അതിൻ്റെ പേര് വരുന്നത് റാഡ്ക്ലിഫ് ലൈൻ ആണ്. ലോകത്തിൽ തന്നെ 5ാമത്തെ ഏറ്റവും വലിയ ബൗണ്ടറികളിൽ ഒന്നാണ് ഇന്ത്യ ബംഗ്ലാദേശിൻ്റെത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് നാഷണൽ ഹൈവേസ് കണക്ട്സ് വാരണാസി വിത്ത് കന്യാകുമാരി? ഓപ്ഷൻ എ NH8, ഓപ്ഷൻ ബി NH1, ഓപ്ഷൻ സി NH6 ആൻഡ് ഓപ്ഷൻ ഡി NH7. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി NH7 ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നാഷണൽ ഹൈവേ. അതിന് പുതിയൊരു പേര് വന്നിട്ടുണ്ട്, NH7 എന്നല്ല ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. അതിൻ്റെ പുതിയ പേര് അറിയുന്ന ആളുകൾ വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം: തെലങ്കാന സ്റ്റേറ്റ് വാസ് ഒഫീഷ്യലി ഫോംഡ് ഇൻ വിച്ച് ഇയർ? യെസ്, 2013, 14, 15, 16. കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ തെലങ്കാന ആന്ധ്രാപ്രദേശ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. അത് AMUയിൽ ചോദിച്ചു, ക്ലീലും ചോദിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2024 അതിൻ്റെ 10th ആനിവേഴ്സറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2014 ആണ് ആൻസർ വരുന്നത്. കഴിഞ്ഞ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കുട്ടികളെയും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഷുവറായിട്ട് AMUയിലും ചോദിച്ചു, ക്ലീലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് ഓഫ് 2014 ഭാഗമായിട്ടാണ് ആന്ധ്രാപ്രദേശ് ബൈഫർക്കേറ്റ് ചെയ്തിട്ട് തെലങ്കാന, ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്സ് ആക്കി മാറ്റിയിട്ടുള്ളത്. ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റൽ അമരാവതിയും തെലങ്കാനയുടെ ക്യാപിറ്റലായിട്ട് പഴയ ആന്ധ്രാപ്രദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഹൈദരാബാദുമാണ് വെച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: വിച്ച് ഓഫ് ദി ഫോളോയിങ് റിവേഴ്സ് ഇസ് നോൺ ആസ് ദക്ഷിൺ ഗംഗ? സദേൺ ഗംഗ എന്നറിയപ്പെടുന്ന റിവർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാവേരി, ഗോദാവരി, കൃഷ്ണ ആൻഡ് നർമ്മദ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഗോദാവരിയാണ്. ഇന്ത്യയിലെ തന്നെ 2nd ലോങ്ങസ്റ്റ് റിവറാണ് ഗോദാവരി. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് റിവറും ഓപ്ഷൻ ബിയിൽ വരുന്ന ഗോദാവരി തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റീൽ പ്ലാന്റ്സ് ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് റഷ്യൻ കൊളാബറേഷൻ? റൂർക്കേല, ദുർഗാപൂർ, ഭിലായ് ആൻഡ് വിജയനഗർ. അതിൽ ഓപ്ഷൻ സി ഭിലായ് ആണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് ആണ് റഷ്യൻ കൊളാബറേഷനിൽ ഇന്ത്യയിലുള്ള സ്റ്റീൽ പ്ലാന്റ്. അത് ഛത്തീസ്ഗഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: മേക്ക് ഇൻ ഇന്ത്യ ഇനീഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ ദ PM നരേന്ദ്രമോദി ഇൻ വിച്ച് ഇയർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 2014, 16, 17, 19. 2014 2014 സെപ്റ്റംബർ 25 അങ്ങനെ ഒരു ലോഞ്ച് PM നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ GSTയുടെ ക്വസ്റ്റ്യൻ നമ്മൾ കാണാറുണ്ട്, നീതി ആയോഗിൻ്റെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇയേഴ്സ്, അതുപോലെ തന്നെ ഡേറ്റ്, ആരാണത് ലോഞ്ച് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണെന്നുള്ളതൊക്കെ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്? ഒപേക്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനും സ്ഥിരമായിട്ട് 1-2 ക്വസ്റ്റ്യൻ എല്ലാ എക്സാമ്പിലും, ക്യുസാറ്റ് ആയിക്കോട്ടെ, ക്ലീ ആയിക്കോട്ടെ, കണ്ണൂർ, AMU, JMI, CUT എല്ലാത്തിലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണിത്. അതിൽ ഓപ്ഷൻസ് അൾജീരിയ, ബ്രസീൽ, ഇക്വഡോർ ആൻഡ് നൈജീരിയ. അതിൽ ആൻസർ വരുന്നത് ബ്രസീലാണ്. ബ്രസീലാണ് ഒപേക്കിൽ മെമ്പർ അല്ലാത്തത്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് ഒപേക്കിൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് വിയന്ന, ഓസ്ട്രിയയിലാണ്. ഒപേക്കിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത്. 12 മെമ്പേഴ്സ് ആണുള്ളത്. ആ 12 മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളതൊന്ന് ബൈഹാർട്ട് ചെയ്താൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ബ്രിക്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഈ വർഷം വരാൻ സാധ്യതയുണ്ട്. ബ്രിക്സ് പ്ലസ് ആയിട്ടുണ്ട്, പുതിയ കൺട്രീസ് മെമ്പറായി വരുന്നുണ്ട്. അപ്പോൾ അതും നോക്കി വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി ബ്രിട്ടീഷ് ഇക്കണോമിക് പോളിസീസ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് വാസ് മെയ്ഡ് വിത്ത് ദി ജമീന്ദാർസ്. കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ വാസ് എൻകറേജ്ഡ്. Drain of wealth started. Handicraft industries developed.
സെലക്ട് ദി കറക്റ്റ് ആൻസർ യൂസിങ് ദി കോഡ്സ് ഗിവൺ ബിലോ എന്നാണ്. അതിൽ 1ഉം 2ഉം 3ഉം റൈറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. അതിൽ 4th വൺ റോങ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ആളുകളുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിന് ടാക്സ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്തിട്ട് അവരുടെ ബ്രിട്ടീഷിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് ടാക്സ് കുറച്ച് അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 4 ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്ഡ് എന്നുള്ളത് റോങ് ആണ്. 1, 2 ആൻഡ് 3 ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഫോർട്ട് ബിറ്റ്വീൻ ഡാഷ്. ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നതെന്നാണ് ക്വസ്റ്റ്യൻ. മീർ ഖാസിം ആൻഡ് സിറാജുദ്ദൗള, റോബർട്ട് ക്ലൈവ് ആൻഡ് സിറാജുദ്ദൗള, മീർ ഖാസിം ആൻഡ് മീർ ജാഫർ ആൻഡ് ക്ലൈവ്. അതിൽ ആൻസർ വരുന്നത് ക്ലൈവ് ആൻഡ് സിറാജുദ്ദൗളയാണ്. 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുള്ളത്. അതോടുകൂടിയാണ് ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയിൽ ഒരു ബ്രിട്ടീഷ് എംപയർ സ്റ്റാർട്ട് ചെയ്തത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ്. വാട്ട് വാസ് ദി അബ്രീവിയേഷൻ ടൈറ്റിൽ ഓഫ് ദാദാഭായ് നവറോജി? അയൺ ഡ്യൂക്ക്, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ, കിങ് മേക്കർ, ഓപ്ഷൻ ഡി അണ്ണ. ഇത് നമുക്ക് എല്ലാവർക്കും ചെറുപ്പം തൊട്ടേ കേട്ട് പരിചയമായിട്ടുള്ള ഒരു കാര്യമാണ്, ദാദാഭായ് നവറോജി. അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വേറൊരാളുണ്ട്. അത് ആരാണെന്ന് അറിയുന്ന ആളുകളൊന്ന് യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഈസ് ബറീഡ് ഇൻ ഡാഷ്. എവിടെയാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ബറി ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. അതിന് മുൻപ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആരാന്ന് നോക്കണം. ഇപ്പോഴത്തെ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പേരാണ്. അതിന് മുൻപ് അതിൻ്റെ പേരുണ്ടായിരുന്നത് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നാണ്. അങ്ങനെ മുഹമ്മദൻ ആംഗ്ലോ ഇന്ത്യൻ ഓറിയൻ്റൽ കോളേജിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ആളാണ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ബറി ചെയ്യപ്പെട്ടുള്ളത് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ അകത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് വാസ് ബൈഫർക്കേറ്റഡ് ഓൺ August 5, 2019? ബൈഫർക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കാണുന്നത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു. കശ്മീരിൻ്റെ ഒരു ക്വസ്റ്റ്യൻ 2019. അതിന് ആൻസർ വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. നമ്മളെല്ലാവരും ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് അബ്രഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിന് സ്പെഷ്യൽ സ്റ്റേറ്റസ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 2019 എടുത്ത് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വർഷം വരുന്ന വർഷങ്ങളിലും അതുമായി റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഹൂ ഈസ് ദി റൈറ്റർ ഓഫ് ദി ആർട്ടിക്കിൾ 370 എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ? വീണ്ടും ആർട്ടിക്കിൾ 370 അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് ആൻസർ വരുന്നത് AG നൂറാനിയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നെയിംലി ലോർഡ് പെത്തിക് ലോറൻസ്, Sir Stafford Cripps and Mr. A.V. Alexander were the members of dash. Option A, Cripps Mission. Option B, the Mountbatten Plan. Option C, Cabinet Mission Plan. And Option D, Simon Commission. ഇവിടെ സ്റ്റാഫോർഡ് ക്രിപ്സ് എന്ന് കണ്ടതുകൊണ്ട് ക്രിപ്സ് മിഷൻ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആർക്കും വരണ്ട. അത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആണ്. 1946 ആറ്റ്ലി അയച്ചിട്ടുള്ളൊരു കമ്മീഷൻ ആയിരുന്നു ഇത്. ബ്രിട്ടീഷിൽ നിന്ന് ഇന്ത്യയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആയിരുന്നു. അതിൻ്റെ മെമ്പേഴ്സാണ് ഈ 3 പേരും. ക്രിപ്സ് എന്ന് കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ക്രിപ്സ് മിഷൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി നാഷണൽ ആന്തം വാസ് ഒറിജിനലി കമ്പോസ്ഡ് ഇൻ വിച്ച് ലാംഗ്വേജ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഹിന്ദി, ബംഗാളി, ഉറുദു ആൻഡ് ഉദിയ. എല്ലാവർക്കും ചെറുപ്പം തൊട്ട് തന്നെ കേട്ട് പരിചയമുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബംഗാളിയാണ്. 1911 കൽക്കട്ട സെഷനിലാണ് ആദ്യമായിട്ട് രവീന്ദ്രനാഥിൻ്റെ ഈ നാഷണൽ ആന്തം അദ്ദേഹം ആണ് എഴുതിയിട്ടുള്ളത്. 1911 കൽക്കട്ട സെഷനിലാണ് ആദ്യമായിട്ട് ഇത് റിസൈറ്റ് ചെയ്തിട്ടുള്ളതും. രവീന്ദ്രനാഥ് ടാഗോറിനെ പറ്റി പറയുന്ന സമയത്ത് ഏഷ്യയിലെ ആദ്യത്തെ നൊബേൽ പ്രൈസ് കിട്ടിയ ആളും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ചീഫ് ജസ്റ്റിസ്, നൺ ഓഫ് ദി അബവ്. ആൻസർ വരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോഴത്തെ നിലവിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണെന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ക്വസ്റ്റ്യൻ വരാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അറിയുന്ന ആളുകൾ കമൻ്റ് ഇടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ലോ ഓഫ് ഇനേഷ്യ, ലോ ഓഫ് ഫ്ലോട്ടേഷൻ, ലോ ഓഫ് പ്രഷർ, ലോ ഓഫ് കൺസർവേഷൻ. ഫിസിക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഫിസിക്സ് ഈ വർഷം വളരെ സിമ്പിളായിട്ടുള്ള, കഴിഞ്ഞ വർഷം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ലോ ഓഫ് ഇനേഷ്യയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് നീതി ആയോഗ്, നീതി സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ടെക്നിക്കൽ ഇന്ത്യ ആൻഡ് ട്രഡീഷണൽ ഇന്ത്യ. വളരെ സുപരിചിതമായിട്ട് എല്ലാവർക്കും അറിയുന്ന, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ആൻസർ എന്താണ്?
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ 2015 പ്ലാനിംഗ് കമ്മീഷൻ മാറ്റിയിട്ട് അത് നീതി ആയോഗ് എന്നുള്ള പേരിലേക്ക് മാറ്റിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, മിറ്റിയോർ ആൻഡ് മിറ്റിയോറൈറ്റ്സ് കം ഓൺ ദി എർത്ത് ഫ്രം ഡാഷ്. നമ്മൾ മുൻപ് സോളാർ സിസ്റ്റം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ക്ലീലും ക്യുസാറ്റിലൊക്കെ ആയിട്ട്. മിറ്റിയോർ ആൻഡ് മിറ്റിയോറൈറ്റ്സ് ആൻസർ വരുന്നത് ആസ്ട്രോയിഡ്സ് ആണ്. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ആസ്ട്രോയിഡ് ബെൽറ്റ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്, ഏത് പ്ലാനറ്റ്സിൻ്റെ ബിറ്റ്വീൻ ആണുള്ളത് എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത്, എൻറ്റമോളജി ഈസ് ദി സയൻസ് ദാറ്റ് സ്റ്റഡീസ് ഡാഷ്. എല്ലാവർക്കും അറിയുന്നതാണ്. ഇതും സ്റ്റഡീസും ഒരു ക്വസ്റ്റ്യൻ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഇംഗ്ലീഷിലും പഠിപ്പിക്കുന്നതാണ്, അതിൽ നിന്ന് വരുന്നതാണ്. ഇൻസെക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് എൻറ്റമോളജി എന്ന് പറയുന്നത്. വാട്ട് ഈസ് കോമൺ ഇൻ ഓൾ ദീസ് നെയിംസ്? സൂര്യകിരൺ, മിത്ര ശക്തി, ശക്തി ആൻഡ് മിലൻ. ഇതെല്ലാം തന്നെ എന്താണ്? മിലിറ്ററി എക്സസൈസസ് ആണ്. സൂര്യകിരൺ എന്ന് പറയുന്നത് നേപ്പാളിൻ്റെതാണ്, നേപ്പാൾ ഇന്ത്യ. മിത്രശക്തി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. അതുപോലെ തന്നെ ശക്തി എന്ന് പറയുന്നത് ഫ്രാൻസ് ആൻഡ് ഇന്ത്യ ഉള്ള മിലിറ്ററി എക്സസൈസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ് സെൽ ഇസ് കോൾഡ് RBC, WBC, പ്ലാസ്മ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ബയോളജി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സുപരിചിതമായിട്ടുള്ള ആൻസർ തന്നെയാണ് പ്ലാസ്മ. ബ്ലഡിൽ 55% ഉള്ള അടങ്ങിയിരിക്കുന്നത് പ്ലാസ്മയാണ്. ഓപ്ഷൻ ഡി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. WBC വൈറ്റ് ബ്ലഡ് സെല്ലാണ്. RBC റെഡ് ബ്ലഡ് സെല്ലാണ്. RBC ടു WBCയുടെ റേഷ്യോ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഹു വാസ് ദി ചെയർമാൻ ഓഫ് ദി നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ്, NCF? MS സ്വാമിനാഥൻ, രാംബദൻ സിംഗ്, YS നന്ദ ആൻഡ് ജഗദീഷ് പ്രധാൻ. അതങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം വരാനുണ്ടായിരുന്ന ഒരു കാരണം, അതിൻ്റെ ആൻസർ വരുന്നത് MS സ്വാമിനാഥനാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഈ എക്സാം നടക്കുന്ന ഒരു സമയത്ത് അതുമായി റിലേറ്റഡ് ആയിട്ടാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് മാത്രമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഓൺ ഫാമേഴ്സ് കൂടിയായിരുന്നു. അതിന് ഓപ്ഷൻ ബിയും സിയും വരുന്നത് 2 ഫുൾ ടൈം മെമ്പേഴ്സും ഓപ്ഷൻ ഡി വരുന്നത് ഒരു പാർട്ട് ടൈം മെമ്പറും കൂടെയാണ്. ഈ 4 പേരും ആ കമ്മീഷനിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. 2004 തൊട്ട് 2006 വരെയാണ് ഈ കമ്മീഷൻ നിലനിന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, April 23 is observed as English Language Day to mark the birth and death of dash. ഓപ്ഷൻ എ വില്യം ഷേക്സ്പിയർ, ഓപ്ഷൻ ബി ചാൾസ് ഡിക്കൻസ്, ജെയിൻ ഓസ്റ്റൻ ആൻഡ് ഓപ്ഷൻ ഡി ജോർജ് എലിയറ്റ്. ആൻസർ വരുന്നത് വില്യം ഷേക്സ്പിയർ. 1616 തോന്നുന്നുണ്ട് അദ്ദേഹം മരിച്ചിട്ടുള്ളത്, April 23. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി UN ഡെക്കേഡ് ഓഫ് പോവേർട്ടി ഇറാഡിക്കേഷൻ ആസ് ഡിക്ലെയർഡ് ബൈ ദി ജനറൽ അസംബ്ലി വാസ്. ഫസ്റ്റ് വൺ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 1997 തൊട്ട് 2006. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡെക്കേഡ് ഓഫ് പോവേർട്ടി ഇറാഡിക്കേഷൻ വരുന്നത് 2008 തൊട്ട് 2017. തേർഡ് വരുന്നത് 2018 തൊട്ട് 27 വരെയാണ്. അതിൻ്റെ തീം വരുന്നത്, തേർഡ് ഡെക്കേഡ് ഓഫ് പോവേർട്ടി ഇറാഡിക്കേഷൻ്റെ തീം വരുന്നത് ആക്സിലറേറ്റിംഗ് ഗ്ലോബൽ ആക്ഷൻസ് ഫോർ എ വേൾഡ് വിത്തൗട്ട് പോവേർട്ടി എന്നുള്ളതാണ്. ഈ വർഷവും വേണമെങ്കിൽ അതിൻ്റെ തീം എന്താണ്, അല്ലെങ്കിൽ എത്രാമത്തെ ഡെക്കേഡ് ഓഫ് പോവേർട്ടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, നമ്പർ ഓഫ് ലാംഗ്വേജസ് റെക്കഗ്നൈസ്ഡ് ബൈ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 8th ഷെഡ്യൂളിൽ എത്ര ലാംഗ്വേജസ് ആണ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി 22 ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ് ഇസ് ഫ്രം ദി ഹാലജൻ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ്? കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹീലിയം, ലിത്തിയം, ആർഗൺ ആൻഡ് ബ്രോമൈൻ. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ബ്രോമൈൻ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് 18 ആണ്. അതിൽ 17th ഗ്രൂപ്പാണ് ബ്രോമൈൻ. 17th ഗ്രൂപ്പിനെയാണ് നമ്മൾ ഹാലജൻ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത്, ഹു അമംഗ് ദി ഫോളോയിങ് ഇസ് ദി അവാർഡി ഓഫ് റാമൻ മാഗ്സസെ അവാർഡ് ഫോർ ഹാർനസിംഗ് ജേർണലിസം ടു ഗിവ് വോയിസ് ഓഫ് ടു ദി വോയിസ്ലെസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആ ഇതിൽ കിട്ടിയിട്ടുള്ളത് രവീഷ് കുമാർ എന്ന് പറയുന്ന ആളാണ്. ഫിലിപ്പൈൻസിൻ്റെ ഫോമർ പ്രസിഡൻ്റ് ആയിട്ടുള്ള റാമൻ മാഗ്സസെ ഓണറി ആയിട്ട് കൊടുക്കുന്ന അവാർഡാണ് റാമൻ മാഗ്സസെ അവാർഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഇന്ത്യൻ വിന്നർ ആരാണെന്നുള്ളത് വിനോബ ഭാവെയാണ്. ഒരുപാട് ഇന്ത്യൻ വിൻ ചെയ്തിട്ടുണ്ട്. 2023 ഒരു ഇന്ത്യനാണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്ത്യൻസിനെ നോക്കുന്നത്, ഏത് ഇയറിലാണ് ഇന്ത്യൻസ് വിൻ ചെയ്തിട്ടുള്ളതെന്നൊക്കെ നോക്കി വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ അസ്യൂമിങ് ഓൾ ദി പവേഴ്സ് ഓഫ് ഗവൺമെൻറ് വാസ് ഇഷ്യൂഡ് ഓൺ വിച്ച് ഡേറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ ഓപ്ഷൻസ് 1st October 1858, 1st November 1858, January 1860, 1st September 1859. അതിൽ ആൻസർ വരുന്നത് 1st November 1858. യൂഷ്വലി നമ്മൾ ഇയർ ആണ് നോക്കി വെക്കാറ്. അങ്ങനെ നോക്കരുത്. നോക്കുന്ന സമയത്ത് AMU പോലുള്ള കുറച്ച് നാഷണൽ ലെവലിലുള്ള എക്സാംസ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ഇൻഡെപ്ത് നോക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. 1st November 1858 ആണ് ആൻസർ വരുന്നത്.
ഇതിൽ മറ്റൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് 1857 ഇന്ത്യൻ റെബലിയൻ അല്ലെങ്കിൽ സിപ്പായി മ്യൂട്ടിനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്ഷൻ ക്വീൻ വിക്ടോറിയ എടുത്തിട്ടുള്ളത്. അതോടുകൂടി ബ്രിട്ടീഷ് രാജ് അവസാനിച്ചിട്ട് ഡയറക്റ്റ് ബ്രിട്ടീഷ് റൂൾ വരികയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദി നാഷണൽ സോങ് വന്ദേ മാതരം വാസ് ടേക്കൺ ഫ്രം ബങ്കിം ചന്ദ്രോപാധ്യായസ് നോവൽ. വിച്ച് നോവൽ എന്നാണുള്ളത് ക്വസ്റ്റ്യൻ? കൽപ്പകുണ്ഠല, ദുർഗേഷ് നന്ദിനി, രാജസിംഹ ആൻഡ് ആനന്ദ് മത്താണ്. നല്ല ചെറുപ്പം തൊട്ട് തന്നെ നമ്മളെല്ലാവരും ക്വിസിലൊക്കെ കേട്ട് പരിചയമായിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ആനന്ദ് മത്താണ്. 1882 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. ബംഗാളി ലാംഗ്വേജിലാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹു അമംഗ് ദി ഫോളോയിങ് ഹാഡ് കോൾഡ് രവീന്ദ്രനാഥ് ടാഗോർ ആസ് ദി ഗ്രേറ്റ് സെന്റിനൽ എന്ന് രവീന്ദ്രനാഥ് ടാഗോറിനെ അഡ്രസ്സ് ചെയ്തത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മഹാത്മാഗാന്ധിയാണ്. ഗുരുദേവ് എന്ന് കൂടെ മഹാത്മാഗാന്ധി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, AMU പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ആളുകൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത സമയത്ത് അതിൻ്റെ പാറ്റേണും എത്ര ഡെപ്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോസ് ഇനിയും ചെയ്യും. എല്ലാ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും AMUയുടെ സിലബസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഒരു AMU സീരീസ് തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ അതും കൃത്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ട് നമ്മൾ ജോബ് സെക്യൂറുടെ പുതിയ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജോലിയോടൊപ്പം തന്നെ LLB പ്രിപ്പറേഷനും കൂടെ നടക്കുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് തന്നെയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ ജോബ് സെക്യൂറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ഡേ.